സിനിമാ ഷൂട്ടിംഗിന്റെ ഭാഗമായി നിർമ്മിച്ച സെറ്റിന്റെ അവശിഷ്ടങ്ങൾ മലങ്കര ജലാശയത്തിൽ തള്ളിയതിൽ നിർമ്മാതാക്കൾക്കെതിരെ നടപടി. കുടയത്തൂർ പഞ്ചായത്ത് നിർമ്മാതാക്കൾക്ക് 50,000 രൂപ പിഴ ചുമത്തി. ടൊവിനോ തോമസ് നായകനായ പള്ളിച്ചട്ടമ്പയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൊടുപുഴയ്ക്ക് സമീപമുള്ള കുടയത്തൂർ എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോൾ മലയാള സിനിമാ പ്രവർത്തകരുടെ ഇഷ്ട ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. നിരവധി സിനിമകളാണ് ഈ പ്രദേശത്ത് ചിത്രീകരിക്കുന്നത്. ഒരു ഭാഗ്യ ലൊക്കേഷൻ എന്ന പ്രത്യേകത കൂടി ഈ കുടയത്തൂരിനുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഏറ്റവും ഒടുവിൽ ഇവിടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ടൊവിനോ തോമസ് നായകനായിട്ടുള്ള പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് ശേഷം സിനിമാ പ്രവർത്തകർ ഇവിടെ നിന്ന് പോയി. പക്ഷേ ആ സിനിമ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നിർമ്മിച്ച ചില നിർമ്മിതികളുണ്ട്, ചില മാലിന്യങ്ങളുണ്ട്. പക്ഷെ അത് നീക്കം ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മലങ്കര ജലാശയത്തിലേക്ക് തള്ളിയിടുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് പരാതി. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും. പ്ലൈവുഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ആസ്പെറ്റോസ് ഷീറ്റ് ഉൾപ്പെടെ ഇവിടെ തള്ളിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് 50,000 രൂപ ഈ സിനിമാ പ്രവർത്തകർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട്. സിനിമാ പ്രവർത്തകരുടെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഇത് നീക്കം ചെയ്യുന്നതിന് അവരൊരു മറ്റൊരാളെ കരാർ ജോലി ഏൽപ്പിച്ചിരുന്നു. അയാൾ അത് കൃത്യമായി ചെയ്തില്ല എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇവിടെ കാണിച്ചത് വളരെ ഗൗരവമുള്ള ഒരു നിയമലംഘനം തന്നെയാണ്. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസും അതോടൊപ്പം തന്നെ ആസ്പെറ്റോസും ഒന്നും മണ്ണിൽ ലയിച്ച് അല്ലെങ്കിൽ നശിച്ചു പോകാത്ത മാരകമായിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ നിന്നും നീക്കി ഈ പ്രദേശത്തിൻ്റെ ഒരു പരിസ്ഥിതിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സിനിമാ പ്രവർത്തകർക്കുണ്ട്. കാരണം ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ് ഈ പ്രദേശത്തേക്ക് സിനിമകൾ ധാരാളമായി ഷൂട്ടിങ്ങിനായി എത്തുന്നത്. അപ്പം ആ പ്രകൃതി അങ്ങനെ തന്നെ നിർത്തുകയും അതോടൊപ്പം തന്നെ ഇടുക്കി, അതോടൊപ്പം തന്നെ എറണാകുളം, കോട്ടയം ജില്ലകളിലേക്ക് മലങ്കര ജലാശയത്തിൽ നിന്ന് കുടിവെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ ആ കുടിവെള്ളം അടക്കം മലിനപ്പെടുത്തിയത് ഗൗരവമുള്ള നിയമലംഘനമാണ്. നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത്. കുടയത്തൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി.